എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമെൻ്റെ ഈ എപ്പിസോഡ് 158. ഓക്കെ, ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷൗട്ടിങ് എന്ന ഫസ്റ്റ് ബ്രദർ അവന് വേണ്ടി ലെറ്റർ എഴുതിയത് അത് വായിക്കുകയാണ്. അതിൽ യാൻ അലയൻസിൽ മുൻപ് നടന്നത് ഒക്കെ ആയിരുന്നു, ഇപ്പോൾ പീസായിട്ട് പോവുകയാണ്. അവനോട് കെയർഫുൾ ആകാനൊക്കെ പറഞ്ഞത് മുൻപ് ഒരിക്കൽ അയച്ചത് അത് വായിച്ചിട്ട് അവരോട് സ്പീഡ് കൂട്ടി പോകാനായിട്ട് പറയുന്നുണ്ട്. ഇത് ഫാളിംഗ് സ്റ്റാർ പോലെ ഉണ്ടാക്കിയ ഒരു വാം ഹോൾ പോലെ ഒരു ഇതാണ്. അതിലൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് എത്താൻ കഴിയും. അതിലൊരു കുഞ്ഞു കൈപ്പാടും കാണാം. അതിനുശേഷം യാൻ അലയൻസ് അങ്ങോട്ട് ലൈൻ സെറ്റ് അത് വാർണേറ്റ് അങ്ങോട്ട് എത്തിയിരുന്നു. വന്ന ഉടനെ അവർക്ക് നേരെ അറ്റാക്ക്. ആ രണ്ട് മലകൾക്കിടയിലാണ് യാൻ അലയൻസ് ഉള്ളത്. കൂടുതൽ ആ മലകൾ തടയുന്നുണ്ട് എങ്കിലും അകത്തേക്ക് വരാനായിട്ട് തുടങ്ങി. പ്രിൻസസ് വന്ന് തടയുന്നു, അതുപോലെ മറ്റേ ആളും. സ്നേക്കില് തന്നെ ഒരു കമാൻഡറും വന്ന് തടയുന്നുണ്ട്. പ്രിൻസസിന്റെ അടുത്തുള്ള ആള് റീഎൻഫോഴ്സ്മെന്റ് ആയിട്ട് വരാൻ അവർക്ക് 3 ഡേയ്സ് എടുക്കും. എന്ത് ചെയ്യും? ഫസ്റ്റ് ബ്രദർ ഡിസിപ്ലിൻസിനോട് ആർച്ചർ ഷൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞ് അവര് പോയി ചെയ്യുന്നുണ്ട്. ആ വന്നത് തടഞ്ഞു എങ്കിലും തുടരെ ആയതുകൊണ്ട് തന്നെ പറ്റിയില്ല. അങ്ങോട്ട് ക്യൂൻമെഡസ് എത്തി. അതുപോലെ കയ്യിലായിട്ട് ഒരു കൊച്ചു ചെല്ലക്കുട്ടിയും ഉണ്ട്. പേടിക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഫസ്റ്റ് ബ്രദറിനോട് ഫോർമേഷൻ എന്തുകൊണ്ട് ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ഫാമും മറ്റുള്ള ആൽക്കമിസ്റ്റുകളും പോയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ അറ്റാക്ക്. ഇതെല്ലാം കണ്ട് പേടിച്ച് നിൽക്കുകയാണ് എന്നാ ചെല്ലക്കുട്ടി. അവളുടെ പേരാണ് ഷൗഷവും. അത് കഴിഞ്ഞ് ക്യൂൻമെഡസ് ഒരു അറ്റാക്ക്, അതുപോലെ ടൈൻഹും ഷിങ്ലിനും വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെയുള്ള സിറ്റിസൺസ് എല്ലാം റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടകം എന്ന് പറഞ്ഞിട്ട് ഈശ്യാന് വന്നു. ഈ സമയം ഫാമയുടെ നിർദ്ദേശം വെച്ച് അവൻ ആ ഫോർമേഷൻ അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അവിടെ പയ്യെ അത് വരാനായിട്ട് തുടങ്ങി. അതിൽ വന്ന് അടിക്കുന്നതും ഒന്നും അകത്തേക്ക് വരുന്നില്ല. പക്ഷെ പയ്യെ അതിനാൽ അതിനുള്ളിൽ, അതായത് സെന്റർ കൂടി അറ്റാക്ക് ചെയ്യുന്നില്ല, അകത്തേക്ക് വന്ന് ഡിസ്ട്രോയ് ആക്കുകയാണ്. ഇത് കണ്ട് ശൗശവ് പേടിച്ച് നിൽക്കെ ക്യൂൻമെഡസ് പിന്നെ പേടിക്കണ്ട, ഞാൻ അവസാനം വരെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുകയാണ്. ആ വന്നത് ഈശ്യാന്ന് പറഞ്ഞ അപ്പോൾ ഒരു ചിരി. മെഡൂസ നോക്കുന്നുണ്ട്. പ്രൊഫൗണ്ട് ലൈൻ സെറ്റ് എന്ന് മാത്രം പറയാൻ പാടേ. ലൈൻ സെറ്റ് ലീഡറായ ഷീട്ടിയാനായിരുന്നു അവരുടെ ക്യൂൻമെഡസ്. നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് കഴിയില്ല ഷിയോ ക്ലാനെ തന്നെ യാൻ അലയൻസിനെ വാക്കുവരെ ഒരാളെ പോലും വേദനിപ്പിക്കില്ല. എന്നാൽ മെഡൂസ നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ പിടിച്ച് എടുക്കാൻ നോക്കുക എന്ന് വാറിന് തന്നെ നിൽക്കുകയാണ്. ആ ഡിഫൻസ് അത് പയ്യെ പൂർണ്ണമായിട്ട് ആകാറായി. അവിടെ ഉള്ളവർ യാൻ അലയൻസിനെ തകർക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞു ഇങ്ങനെ വിളിക്കുകയാണ്. എന്നാൽ അടുത്ത അറ്റാക്കിൽ തന്നെ അവിടെയുള്ള സപ്പോർട്ടിങ് ഡിഫൻസ് എല്ലാം തകർന്നു. അതോടെ അത് സ്റ്റോപ്പായി. പിന്നെ ഫോഴ്സ് വെച്ച് ചെയ്യുകയാണ്. അപ്പോഴാണ് പിന്നെ സ്നോ ഫാളിങ് അത് വരാനായിട്ട് തുടങ്ങുന്നേ. ഹൈപ്പോട്ടോ എന്ന് ക്യൂൻമെഡ്സ അങ്ങോട്ടൊരു മാസമായിട്ട് വന്ന് ഐസ് ഡ്രാഗനെ വിട്ട് അവിടെയുള്ള വാർഷിപ്പ് അതെല്ലാം തകർത്തുകൊണ്ട് വരികയാണ്. ഹൈപ്പോട്ടോങ് അവിടെ ഉള്ളവരെ കുറച്ചുപേരെ കൊന്നുകളഞ്ഞു. ചീട്ടിയാൻ കണ്ടിട്ട് എന്ത് ധൈര്യമുണ്ട് അവനെ പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിടുന്ന്. ടൈൻഹു ഞാൻ കൂട്ടി ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട് അവരെ അനിഹിലേഷൻ സ്കില്ല് പോലെ ഒന്ന് അത് വെച്ച് ഇല്ലാതാക്കി കളയുകയാണ്. എന്നിട്ട് അകത്തേക്ക് വരികയാണ്. പിറകെ അറ്റാക്ക് അത് വിട്ടുവെങ്കിലും അത് പൂർണ്ണമാകുന്നതിന് തൊട്ട് മുമ്പ് അവരകത്ത് കയറി. അതോടെ അവന്ന അറ്റാക്ക് അതെല്ലാം ആ ഡിഫൻസ് തന്നെ തടഞ്ഞു. അവരുടെ ആ ഫോർമേഷൻ ആ ഫോർമേഷൻ ഒന്നും ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഷീട്ടി എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ എന്തിനു നിർത്തണം എന്ന് വോയിസ് അത് മോയു ആയിരുന്നു. യാൻ അലയൻസിന്റെ ഈ ഡിഫൻസ് ഫോർമേഷൻ വളരെ പവർഫുൾ ആണ്, അത് ബ്രേക്ക് ചെയ്യാൻ പാടാണ്. അതിന് മോയു കൊള്ളാലോ നിന്റെ നിഗമനം. അവിടെയുള്ള ഷിയോക്ലാ മെമ്പേഴ്സ് എല്ലാവരെയും വേണം. അവർ എസ്കേപ്പായ ലാൻഡ് സെക്ട് പിന്നെ കാണില്ല എന്ന് വിരട്ടുകയാണ്. അയാൾ മെജസ്റ്റി എന്നാണ് വിളിക്കുന്നത്. യാൻ അലയൻസിനാകട്ടെ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത്. ശൗശവിനെ ആശ്വസിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട്. നോക്കുമ്പോൾ കുറെ ഡൗസനായവരെ അങ്ങോട്ട് വന്നു. എന്നിട്ട് അവിടെ ഒരു വലിയ വെപ്പൺ അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് കണ്ടാൽ തന്നെ അറിയാം അത് യാൻ അലയൻസിനിട്ടൊരു പണിയാണെന്ന്. ക്യൂൻമെഡൂസയോട് ഞാൻ അവസാനമായിട്ട് പറയുകയാണ്, സ്നേക്ക് നിങ്ങൾ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. എന്നാൽ ക്യൂൻമെഡൂസ നമ്മൾക്കിടയിൽ ഒരു വേർതിരിവില്ല, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്യ്. എന്നിട്ട് ശൗശവനോട് പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ഇഷ്യാനോട് ഇത് തകരുകയാണെങ്കിൽ ശൗശവനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ പോകണം. അവൾക്ക് ഒന്നും പറ്റാതെ നോക്കിക്കോ. അവളെ ആശ്വസിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അവിടെ നിൽക്കണം. ശൗശവ് അവിടെ കരയുമ്പോൾ ഇഷ്യ വന്ന് സമാധാനിപ്പിക്കുന്നു. ലാൻഡ് സെറ്റിന്റെ ആ വെപ്പൺ അതിലെ ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഡൗസോങ് ആയവർ വരെ തെറിച്ചുപോയി. അതേപോലെ അവരുടെ വെപ്പൺ എല്ലാം ഇല്ലാതെ അടുത്ത അറ്റാക്ക് ആ ഡിഫൻസ് പൊട്ടുന്ന രീതിയിൽ ക്യൂൻമെഡ്സ കണ്ടിട്ട് യാൻ അലയൻസിൽ എല്ലാവരോടും നമ്മുടെ പിറകിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. നമുക്കിടയിലുള്ള വേർതിരിവ് അത് ഇനി ഉണ്ടാകരുത്. ഒരുമിച്ച് നേരിടാൻ നമ്മൾ ഒരുപാട് തവണ തോറ്റിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഫൈറ്റിന് റെഡിയാകാനുള്ള മോട്ടിവേഷനും കൊടുത്തു. അവരങ്ങനെ റെഡിയാകുകയാണ്. ആ ഡിഫൻസ് അതങ്ങനെ അവസാനം പൊട്ടി. അതോടെ ഫൈറ്റ് തുടങ്ങി. ക്യൂൻമെഡ്സ ഷീട്ടിയാനെ നേരെ ഫൈറ്റ് ഇനി വെല്ലുവിളിച്ച് പോകുന്നുണ്ട്. പിന്നെന്താന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഫൈറ്റ് അതവിടെ നടക്കുകയാണ്. എന്നാൽ അവരുടെ ആൾക്കാർ യാൻ അലയൻസിലെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കാൻ തുടങ്ങി. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കണ്ട് മോയോ ആകട്ടെ
പോകട്ടെ പോകട്ടെ, എത്ര പേര് പോകുന്നോ അത്ര പവർ എനിക്ക് കിട്ടും എന്നൊക്കെ ഈശ്യ ശൗശവനെ കൊണ്ടുപോവുകയും ഇടയ്ക്ക് രണ്ടുപേര് അവരെ എതിർക്കാൻ സിംഗ്ലിൻ വന്നു. അവളോട് പോകാനായിട്ട് പറയുന്നുണ്ട്. ശൗശവ് കരഞ്ഞുകൊണ്ട് അവരുടെ ആൾക്കാരെല്ലാവരും അട്ടിപ്പതറി വീഴുന്നത് കണ്ട് അവൾ കരയുകയാണ്. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ അവളുടെ പ്രിയപ്പെട്ടവരാണ് വീഴുന്നത്. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് സങ്കടമായി കരയുകയാണ്. ഈശ്യാനെ പിടിക്കാൻ വന്നത് അവൾ ആദ്യം തടഞ്ഞു വന്നാൽ പിന്നീട് കഴിഞ്ഞില്ല. അവളുടെ പിറകിൽ നിന്ന് അടി കിട്ടി ശൗശവിനെ കൊണ്ടുപോകാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം കണ്ട് ശൗശവ് അവൾക്ക് വേണ്ടിയാണല്ലേ എന്ന പോലെ അവർ വരുന്ന ടൈം ശൗശവ് അവളുടെ ഒരു പവർ അത് ഉപയോഗിക്കണം. അതോടെ രണ്ടുപേരും ഇല്ലാതായി. അതോടെ ശൗശവ് വീക്കായി വീണു. ഇത്ര ചെറുതായിട്ട് ഇത്ര സ്ട്രോങ് ആയ പവറും എന്ന പോലെ മോയു. ഇത് കൊള്ളാലോ. ആ ലിറ്റിൽ വൺ അവളെ പിടിക്കാനായിട്ട് വിട്ട് ഈശ്യാൻ സോൾ ഹാളിൽ കണ്ട് ഇവരാണ് അപ്പോൾ മാസ്റ്റർ മൈൻഡ് എന്നത് ഇപ്പോഴാണ് മനസ്സിലായി. അവൾ പിന്നെ ഒരു പവർ ഉപയോഗിച്ച് ഒരുത്തന്നെ ട്രാപ്പാക്കി പോകുന്നു. അടുത്തവൻ നേരിട്ട് വന്ന് പിറകോട്ടായി. ശൗശവിനെ തരാനായിട്ട് സെക്കൻഡ് ബ്രദർ വന്നു. എന്നാൽ പെട്ടെന്ന് അടിച്ചിട്ട് ശൗശവിനെ വാങ്ങിച്ച് അവൾ പേടിച്ച് വിടാനായിട്ടൊക്കെ ആക്ഷൻ. ഇവൾക്ക് എന്തോ പവർ ഉണ്ട്. 9th ഹെവൻ മാസ്റ്റർ അല്ലെങ്കിൽ 9th സ്കൈ മാസ്റ്റർ, അതായത് മോയോ ആണ്. ഇവളുടെ സോള് ബ്ലെസ്സിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കെ അപ്പോഴാണ് ബാക്കിയുള്ളവർക്ക് മോയോ ഇത് സോൾ ഹാളിന്റെ പ്ലാൻ ആയിരുന്നു എന്നതൊക്കെ അറിയുന്ന. ക്യൂൻ മെഡ്രസയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. സ്വന്തം മകളാണ്. ശൗശവിനെ എന്തോ ചെയ്യാൻ വന്നത് പെട്ടെന്നാണ് ഒന്നും നടക്കുന്നത്. അവനവിടെ ചാരമാക്കി കളഞ്ഞ് ഷിയോയിൻ വന്ന് ശൗശവ് താഴേക്ക് വീഴുന്നതിന് മുമ്പ് പിടിക്കുകയാണ്. അവൾക്ക് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ ആക്ഷൻ. അവരുടെ എന്നോട് ക്ഷമിക്ക് താമസിച്ചു തന്നെ. മോയോ പോ ഷിയോയനോ ഷീട്ടിയന് ആണെങ്കിൽ നീയാണ് യാൻ അലയൻസിന്റെ ലീഡർ. ഷിയോയൻ അതേന്ന് പറഞ്ഞിട്ട് അവിടെ അവന്റെ കൂടെ 30-ലധികം ഡൗസനായവരെ വരുത്തുകയാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തന്നെ വെറുതെ വിടരുത് എന്ന് പറയുന്ന ഒരു കമന്റ് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇന്നത്തേക്ക് അടുത്ത എപ്പിസോഡ് കണക്കെ ബൈ.